നമ്മുടെ ബെല്ലാരി ഉത്സവമാറായല്ലോ, അറിഞ്ഞില്ലേ? അത് പ്രത്യേകിച്ച് എന്തറിയാനാ, നടത്തുന്ന റെഡപ്പയല്ലേ, അയാൾ എല്ലാ വർഷവും നടത്തുന്ന വഴിപാടാ അത്. ഹലോ, ആ അമ്മ പറഞ്ഞോളൂ. പേരെന്താ എഴുതണ്ടേ? അഖില. കഴിഞ്ഞ തവണ അത് തന്നെയല്ലേ എഴുതി? ശരി, സുബ്ബലക്ഷ്മി. സുബ്ബലക്ഷ്മിയാ? അതെന്റെ അമ്മൂമ്മയുടെ പേരാ, എഴുത്. സംഘമിത്രക്കാര് 2 നാടകത്തിന് എന്നെ വിളിച്ചിരിക്കുന്നേ. കാശ് എത്ര വേണമെങ്കിലും വാങ്ങിക്കോളൂന്ന്. ഒരു കോംപ്രമൈസും ഇല്ലെന്ന് പറഞ്ഞേക്ക്. അയാളുടെ മുഖം എനിക്ക് കാണണ്ട. ദാറ്റ്സ് ഓൾ. സിനിമ ആർട്ടിസ്റ്റ് ആവുമ്പോ അതിന്റെ വെയിറ്റ് കിട്ടണം. സിനിമയിലോ? ഏത് സിനിമയില്? ശ്രീരാമരാജ്യ സിനിമ കണ്ടോ? അയോധ്യയിലെ 2 പിള്ളേരെ കൊണ്ട് പാട്ട് പാടിക്കുന്ന സീനില്ലേ, അത് കണ്ടോണ്ടിരിക്കുന്ന കുറെ ആളുകളില്ലേ, ആ കാണികളിൽ 5-ാമത്തെ ലൈനിൽ 4-ാമതിരിക്കുന്നത് ഞാൻ. എന്റെ അമ്മേ, എന്താ വിശ്വാസം വരുന്നില്ലേ? പോടാ. എന്ത് ചോദ്യോടാ ഇത്? ബാലകൃഷ്ണൻ നയൻതാര എന്ന് എഴുതാറില്ലേ, അത് കഴിഞ്ഞ് മുതലായവരെന്ന് കാണിക്കാറില്ലേ, ആ മുതലയാ ഇത്. അത് വേറെ ഇത് വേറെ. എന്താടാ മിണ്ടാത്തെ? ഈ കോംപ്രമൈസിനൊന്നും ഞാനില്ല. ഒരാളെ ഞാൻ കണ്ടു, റോമൻ സ്റ്റാച്യൂലെ ഹീമാനെ പോലുണ്ട്. തൽക്കാലം ഒരു കോംപ്രമൈസ് ചെയ്ത് അഭിനയിക്കുന്നേ. ഇത് നമ്മുടെ അവസാനത്തെ നാടക. അയ്യോ എന്റെ അമ്മേ, സത്യത്തിൽ ആള് മിടുക്കനാ. 6'3" ഉയരം, നല്ല കളറ്, ജൈജാന്റിക് ഫിഗർ. നോക്കി നിന്ന് പോവും. കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടാവും. എന്നാ ബാബു സംഭവിച്ചത്? ഒന്നും മിണ്ടായിരിക്കും. നീ എന്ത് സെറ്റിൽ ചെയ്യാനാടാ? എന്റെ ഫാൻസ് അറിയില്ല. റൂപ്പിന്റെ വണ്ടിയിൽ ഇറങ്ങുമ്പോ പോയില്ലമ്മ, ഞാൻ ഇവിടെ ഉണ്ട്. എന്റെ ഗ്ലാമർ കാണാൻ നിങ്ങളെക്കാൾ സൂപ്പർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്താടാ ഈ രത്നപ്രഭയേക്കാൾ സൂപ്പർ ഫിഗറിനെ നീ കണ്ടുപിടിക്കുന്നു? രത്നപ്രഭയല്ലേ, ഇല്ലാനൊന്നല്ലോ. ഇതിനേക്കാളും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫിഗർ ഞാൻ കണ്ടുപിടിക്കും. ഈ സൗത്ത് ഇന്ത്യയിൽ എന്നേക്കാൾ വലിയ സൂപ്പർ ഫിഗർ ആരാടാ? നിന്നോട് അഭിപ്രായം ഒന്നും ചോദിച്ചില്ല. എന്നാ എനിക്കതൊന്ന് കാണണമല്ലോ. കൂട്ടിക്കൊണ്ട് വരുവോ എന്നേക്കാൾ സൂപ്പർ ഫിഗറിനെ? ഹലോ, നൈറ്റിൽ ഫ്രീ ആണോ? ഹലോ പോലെ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അല്ല, ഫ്രീ ആണെങ്കിൽ മാത്രം മതി, ഞാൻ തന്നെ ഒന്ന് പിക്ക് ചെയ്തോളാം തന്നെ. What the heck are you talking? Stupid. അങ്ങോട്ട് ഏറ്റില്ലല്ലേ? അരെ വാ. അതെ, ഞങ്ങളുടെ ഈ നാടകത്തില് ഒരു സുന്ദരി ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാ. എന്താ നിങ്ങൾ പറയുന്നത്? നേരാണോ നുണയാണോ ഞാൻ പറയേണ്ടത് രാജകുമാരി? തന്നെ എനിക്ക് ഇഷ്ടമായെന്നുള്ളതാണ് സത്യം. തനിക്ക് എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ അത് നുണയാ. എന്റെ പേര് ബാബു, തന്റെ പേരെന്താ? അതെ, നല്ലോണം ആലോചിച്ച് സാവധാനം മറുപടി പറഞ്ഞത്, ഞാൻ കാത്തിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ. എവിടെയുള്ളത്? ഓക്കെ. സാറേ, സുരഭി കമ്പനിയിലെ സുബ്രഹ്മണ്യ സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ജയ് പാതാള ഭൈരവി, ജയ് ജയ് പാതാള ഭൈരവി. വെറും പ്രദക്ഷിണമല്ലടാ, സാഷ്ടാംഗ പ്രണാമം. അല്ല, സാഷ്ടാംഗ നമസ്കാരത്തിന് ഇവിടെ സ്ഥലമില്ലല്ലോ. ഉണ്ടടാ, എനിക്കിതേ അറിയുള്ളൂ. നിങ്ങളൊന്ന് കാണിച്ചതാ. ഇനി ഞാൻ അതും കൂടെ കാണിച്ചു തരണോ? സാഷ്ടാംഗ പ്രണാമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന് കൈകൾ കുപ്പിപ്പിടിച്ച് ഇങ്ങനെ. ജയ് പാതാള ഭൈരവി. എടാ ബാബു, ബാബു, റെഡപ്പ സാർ വന്നത് കണ്ടില്ലേ? നാടകം ആദ്യമായി തുടങ്ങട്ടെ. റെഡപ്പ സാർ വന്നു കേട്ടാ, നാടകം ഒന്നുകൂടെ തുടങ്ങേണ്ടി വരും. സാധ്യമല്ല സാർ, എന്റെ മുത്തശ്ശൻ പറയായിരുന്നു നാടകം ഒരു ട്രെയിൻ യാത്ര പോലെയാണെന്ന്. അതൊരാൾക്കായാലും ആടണം, ഒന്നുകൂടി ആവരുത്. എന്തൊരു കണ്ണന്തിരിയോടെ നീ പറയണത്? നീ എന്തൊരു നിരൂപിച്ച്? ഈ വന്നേക്കണ ആരെന്ന് നിനക്കറിയോ? റെഡപ്പ സാറ് പോലീസിന് പണി ഉണ്ടാക്കാൻ നാടകം. കലാകാരനെ നിർബന്ധിക്കുന്നത് തീരെ ശരിയല്ല. തെറ്റെന്റെയാ, ഇന്ന് ഞാൻ ലേറ്റായി പോയി. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. നമസ്കാരം. ഈ നവരാത്രി കാലത്ത് അനിഷ്ട സംഭവങ്ങളൊന്നും പാടില്ല. എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ഉത്സവത്തിലായിരിക്കും. നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ജോലിയിലായിരിക്കണം. ആദ്യം ആ ലേഡി ജേർണലിസ്റ്റ് എവിടെ നിന്ന് കണ്ടുപിടിക്കുക.